മാന്യ പ്രേക്ഷകരുടെ മുന്നിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പോൾ ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു യൂട്യൂബ് ചാനൽ കാണാനിടയായി. ഒരു പക്ഷേ ഇത് കേൾക്കുന്ന പ്രേക്ഷകരും അത്തരത്തിലുള്ള വാർത്തകൾ കണ്ടു കാണും, കേട്ട് കാണും. അതിൽ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് അറിയാം, നമ്മുടെ നാട് കേരളം എന്ന് പറയുമ്പോൾ ഒരു കേര സംസ്ഥാനം, അത് തെങ്ങുകളുടെ നാട് എന്നുള്ളതാണ് പ്രധാനമായും നമുക്ക് എല്ലാവർക്കും അറിയാം. അത്തരം നാട്ടിൽ വെളിച്ചെണ്ണയുടെ വില ദിനം പ്രതി കുതിച്ചു വരികയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഭരണാധികാരികൾ അത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതേക്കുറിച്ച് എനിക്കറിയില്ല. വെളിച്ചെണ്ണ ഇന്ന് ഏകദേശം 500 രൂപയ്ക്ക് അടുത്തു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ എഞ്ചിൻ ഓയിൽ, വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന എഞ്ചിൻ ഓയിൽ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ആ എഞ്ചിൻ ഓയിൽ കളക്ട് ചെയ്ത് റീസൈക്കിൾ ചെയ്ത് വെളിച്ചെണ്ണയുമായി ചേർത്ത്, അല്ലെങ്കിൽ വെളിച്ചെണ്ണയുടെ എസൻസ് ചേർത്ത് വിപണിയിൽ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞ് വിറ്റഴിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു യൂട്യൂബ് ചാനലിലൂടെ അത്തരത്തിലുള്ള ഒരു വാർത്ത കാണാനിടയായി. അതിൽ എത്രത്തോളം ശരിയുണ്ട് എന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. കാരണം എൻ്റെ കുറേ സുഹൃത്തുക്കൾ എന്നെ വിളിച്ചിരുന്നു. എഞ്ചിൻ ഓയിലും നിങ്ങളുടെ ഒരു വർക്ക്ഷോപ്പുകാരനായതുകൊണ്ട് ഇങ്ങനെ ഈ വെളിച്ചെണ്ണയിൽ ഇത്തരത്തിലുള്ള ഇത് കലർത്തി അത് വെളിച്ചെണ്ണയാക്കി വിൽക്കാൻ കഴിയുമോ എന്നതിനെ സംബന്ധിച്ച് ചോദിച്ചു. ഞാൻ നോക്കിയപ്പോൾ വെളിച്ചെണ്ണ പോലെ തന്നെയാണ് എഞ്ചിൻ ഓയിൽ ഇരിക്കുന്നത്. പക്ഷേ അത് പാചകം ചെയ്യുമ്പോൾ അതൊരു പ്രത്യേകതരം മണം, കാരണം അത് ചൂടാകുമ്പോൾ എഞ്ചിൻ ഓയിലാണ് എന്ന് തീർച്ചയായും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതിനൊരു സംശയവും വേണ്ട. അതിൽ ഇപ്പോൾ എഞ്ചിൻ ഓയിലിന്റെ വിലയും ദിനംപ്രതി വർദ്ധിക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞ് എഞ്ചിൻ ഓയിൽ വിറ്റഴിക്കാൻ കഴിയും, അതിന് എത്രത്തോളം ലാഭം അതിന് പ്രതീക്ഷിക്കുന്നു അത്തരക്കാർ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം എഞ്ചിൻ ഓയിലിന് ഏകദേശം അത്രയും വിലയുണ്ട്. പിന്നെ എന്തിനാ ഈ റീസൈക്കിൾ ചെയ്ത് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഇതിനകത്ത് വിപണനം നടത്തേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. അതെല്ലാം നമ്മുടെ ഭരണാധികാരികൾ കണ്ടെത്തി അത്തരക്കാരെ, അത് ശരിയാണെങ്കിൽ അത്തരക്കാരെ കണ്ടെത്തി എത്രയും വേഗം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഈ വീഡിയോയിലൂടെ. കാരണം മനുഷ്യ ശരീരത്തിന് ഹാനികരമാണ് എഞ്ചിൻ ഓയിൽ. അത്തരത്തിലുള്ള പ്രോഡക്റ്റുകളെല്ലാം മനുഷ്യ ശരീരത്തിനകത്ത് പോയാൽ അത് വളരെയധികം അസുഖങ്ങളുണ്ടാവും, മാരകമായ അസുഖങ്ങളുണ്ടാവും. അത് കൃത്യമായി നമ്മുടെ ഭരണാധികാരികൾ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. അത്തരത്തിലുള്ള വിപണനങ്ങളെ എല്ലാം ശക്തമായി എതിർത്ത് തോൽപ്പിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. എഞ്ചിൻ ഓയിൽ വെളിച്ചെണ്ണ കലർത്തുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് തടയപ്പെടേണ്ട വിഷയം തന്നെയാണ്. അതിനെല്ലാവരും ഒറ്റക്കെട്ടായി അത്തരത്തിലുള്ള വിഷയങ്ങൾ മാർക്കറ്റിൽ കണ്ടെത്തിയാൽ ഒറ്റക്കെട്ടായി പ്രയത്നിക്കണം എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായും പറയാനുള്ളത്.